സ്പീക്കർ എൻ ഷംസീറിന് നേരെ കെ.ടി. ജലീലിന്റെ ഒളിയമ്പ്. സ്വകാര്യ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസാരിച്ചത് നീണ്ടുപോയത് ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവരോട് സഹതാപം മാത്രമെന്ന് കെ.ടി. ജലീൽ. നിയമസഭയിൽ സ്പീക്കറുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജലീലിന്റെ പ്രതികരണം. ലീഗ് കോട്ടയിൽ നിന്ന് 4ാം തവണയും ജയിച്ചു വന്നതുകൊണ്ട് ഉശിര് ഇത്തിരി കൂടുമെന്നും ജലീൽ ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു. ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, ഈ ഒരു അസ്വാഭാവികതയുണ്ടോ കെ.ടി. ജലീൽ ആ തരത്തിൽ സഭയ്ക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ കൂടി അത് വ്യക്തമാക്കുമ്പോൾ? മറ്റേതെങ്കിലും ഒരു തുറന്നു പറച്ചിലുകൾക്കോ മറ്റോ അത് വളമിടുന്നുണ്ടോ? ഇത് ഏത് തരത്തിലൊക്കെ ആയിരിക്കും ഇനി വരും സമയങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുക? അപർണ, കഴിഞ്ഞ സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസമാണ് ഈ സ്വകാര്യ ബില്ലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ബില്ലുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് അതുമായി ബന്ധപ്പെട്ട് സ്പീക്കറും കെ.ടി. ജലീലും തമ്മിൽ സഭയിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ജലീൽ അനുവദിച്ചതിലും സമയമെടുത്തു എന്നതിൻ്റെ പേരിൽ ജലീലിൻ്റെ ഇടപെട്ട് മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടുള്ള നീക്കമാണ് സ്പീക്കർ എൻ ഷംസീറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വലിയ തരത്തിലത് പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഇടവെക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ജലീൽ ഫേസ്ബുക്കിലൂടെ വിശദീകരണം നൽകുന്നത്. താൻ സംസാരിച്ച അല്പം നീണ്ടുപോയി, പക്ഷേ അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് സഹതപിക്കുക മാത്രമേ മാർഗമുള്ളൂ എന്നതാണ് ജലീൽ നടത്തുന്ന വിമർശനം. ജലീലിനെ സ്പീക്കർ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുണ്ട്, ലീഗ് കേന്ദ്രങ്ങളിൽ വലിയ ചർച്ച നടക്കാറുണ്ട്. ഇതിൽ ജലീൽ ലക്ഷ്യമിടുന്നത് ആരെയെന്നതാണ് ചോദ്യം. എന്തായാലും സ്പീക്കർ എൻ ഷംസീറിന് ഒരു പരോക്ഷ വിമർശനം എന്ന സൂചന തന്നെയാണ് ജലീലിൻ്റെ വിമർശനങ്ങളിലുള്ളത്. കാരണം താൻ നടത്തിയത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല, അത് സ്വാഭാവികമായ നീക്കമാണ്. കഴിഞ്ഞ 4 വട്ടമായി തുടർച്ചയായി ലീഗ് കോട്ടയിൽ നിന്നും വിജയിച്ചു വരുന്ന ആളാണ് താൻ. അതുകൊണ്ട് തനിക്ക് അല്പം ഉശിര് കൂടും. ഇതാണ് ജലീലിൻ്റെ വാക്കിൽ അദ്ദേഹം തന്നെ പ്രയോഗിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ മറുപടിയാണ് വിമർശകർക്ക് ജലീൽ ലക്ഷ്യം വയ്ക്കുന്നത്. അത് സ്പീക്കർ എൻ ഷംസീറിനെതിരായ ഒളിയമ്പ് കൂടിയായി തന്നെ മാറുന്നതുമുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും ജലീൽ താൻ എന്തുകൊണ്ടാണ് സംസാരിച്ചത്, ഒപ്പം അല്പം സംസാരിച്ചത് നീണ്ടുപോയത് ഒരു ക്രിമിനൽ കുറ്റമല്ല എന്ന് കൃത്യമായി പറയാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് തന്നെ ഞാൻ തിരികെ സംസാരിച്ചത്. ഏതായാലും എന്താണ് സഭയിലുണ്ടായത് ആ വാക്കുകളിലേക്ക്? അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണന കേൾക്കുന്നത് 2B നമ്പർ പേര് അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ് ശ്രീ ജലീൽ. ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിന്റെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. യെസ് അങ്ങ് സംസാരിച്ചോ. ശരിയല്ല, അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി. അങ്ങനെയാണ് ആ ചെയറെ റെസ്പെക്ട് ചെയ്യാത്തത്. ഇത് എന്റെ വലിയ തരാൻ പറ്റില്ല. വിജയൻ സംസാരിക്കും. നോ തരാൻ പറ്റില്ല. ഒരുപാട് തവണ ഇങ്ങോട്ട് സംസാരിച്ചു, ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു. യെസ്, ശ്രീ കെ.ടി. ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത്. യെസ് അങ്ങ് സംസാരിക്കും. അത് എല്ലാ അംഗങ്ങളോടും റിക്വസ്റ്റ് ചെയ്തു, അംഗീകരിച്ചിട്ടില്ല. അത് ശരിയായ രീതിയല്ല. യെസ്. വീണ്ടും സജിത്ത്, പലതരത്തിലുള്ള പ്രതികരണങ്ങളാണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. ഷംസീറിനോട് പറയേണ്ടതിന് ലീഗിനെ ആക്രമിക്കാൻ നടക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു വശത്തും, ഒപ്പം മാത്രമല്ല ജലീൽ പറയുന്നു മക്കയിൽ ഈന്തപ്പഴം വിൽക്കാൻ നടക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നിടത്ത് അത് ഷംസീറിനുള്ള ഒളിയമ്പാണെന്നും ഇതിൽ ശക്തമായിട്ടുള്ള മറുപടി ആയിരിക്കും കിട്ടുക എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെയാണ്. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഏതൊക്കെ തരത്തിൽ ആണ് പ്രതീക്ഷിക്കേണ്ടത് ഇതിനുള്ള മറുപടികൾ? അപ്പോൾ ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഈ സ്പീക്കർ എൻ ഷംസീറും ഭരണകക്ഷി അംഗങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ ഈ സഭാ സമ്മേളന കാലയളവിൽ അല്പം രൂക്ഷമായിട്ടുണ്ട്. മുമ്പ് മന്ത്രി എം പി രാജേഷും സ്പീക്കറും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം, തർക്കിക്കുന്ന സാഹചര്യം പല മന്ത്രിമാരുടെയും വിഷയങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ട് ഇത് ഭരണകക്ഷിക്ക് ഒരു പരിഗണന കിട്ടാതെ പോകുന്നു എന്ന പരാതി അവർക്കുണ്ട്. അതല്ലെങ്കിൽ ഷംസീർ ആ തരത്തിൽ ഇടപെടുന്നില്ല എന്ന ഒരു വാദം അവർക്കിടയിൽ തന്നെ പൊതുവിലുണ്ട്. ഇതിനിടയിലാണ് ഇത്തരം കാര്യം തുറന്നു പറയാൻ ജലീൽ തയ്യാറാവുന്നത്. ഇതിന് തുടർ രാഷ്ട്രീയത്തിന്റെ സാധ്യത ഇങ്ങനെയാണ്. ജലീൽ പറഞ്ഞത് ജലീലും സ്പീക്കറും തമ്മിൽ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഏറ്റുമുട്ടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? അതല്ല, ഇത് ഭരണമുന്നണിയിലെ ഒരു പൊതുവികാരത്തിന്റെ ഭാഗമായി അങ്ങനെയെങ്കിൽ എൻ ഷംസീറിനെതിരെ ഒരു നിലപാടെടുക്കാം എന്നൊരു പൊതു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ പ്രതിഫലനമാണോ ജലീലിന്റെ ഇപ്പോഴത്തെ പോസ്റ്റിന് പിന്നിൽ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അപർണ സൂചിപ്പിച്ചതുപോലെ ഈ ജലീലും സ്പീക്കറും തമ്മിൽ നിയമസഭയിൽ ഉണ്ടായ ആ രംഗങ്ങൾക്ക് പിന്നാലെ ലീഗ് കേന്ദ്രങ്ങളൊക്കെ ജലീലിനെ വിമർശിച്ച് ശക്തമായ രംഗത്തെത്തിയിരുന്നു. അതിനുള്ള മറുപടി കൂടി ജലീൽ ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം സ്പീക്കർ എൻ ഷംസീറിനെയും വിമർശിക്കുക തന്നെയാണ്. അതാണ് ആ ഒളിയമ്പിലൂടെ
ജലീൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. താൻ വിജയിച്ചു വന്നത്, താൻ ഇടതുമുന്നണിയിൽ ലീഗ് കോട്ടയിൽ 4ാം വട്ടവും വിജയിച്ചു വന്നയാളാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ജലീൽ ഇതിൽ നടത്തുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അല്പം ഒഴിച്ചിരി കൂടുമെന്ന വാദമൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും വിമർശകർക്കുള്ള കൃത്യമായ മറുപടി ജലീൽ നൽകുന്നു എന്ന് മാത്രമല്ല, അത് സ്പീക്കർ AN ഷംസീറുള്ള നീക്കമായി മാറുമ്പോൾ അത് ജലീലിന്റെ മാത്രം നീക്കമാണോ, അതല്ലെങ്കിൽ ഭരണകക്ഷിയിലെ MLA-മാർക്ക് പൊതുവിൽ ഷംസീറിനെതിരായ ഒരു നിലപാടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം കൂടിയായി ഇത് മാറുന്നു എന്നാണ് സാധ്യത. അതെ, അതാണ് ഉറ്റുനോക്കുന്നത്. ഭരണകക്ഷിയിലെ MLA-മാർക്കുള്ള പൊതു നിലപാട് കൂടിയാണോ ജലീൽ പ്രകടമാക്കിയിരിക്കുന്നത്? ഇതിന് AN ഷംസീർ സ്പീക്കർ ഏത് തരത്തിലുള്ള മറുപടിയാണ് കൊടുക്കുക? അതോടൊപ്പം തന്നെ ലീഗിനെതിരായിട്ടുള്ള വിമർശനം വന്നിരിക്കുന്നുണ്ട്. ലീഗിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നൊക്കെ ഉറ്റുനോക്കുന്നു. KT ജലീലിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു.